പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. നല്ല സുഖ. നന്നായിട്ട് എല്ലായിടത്തും ആ താളിയും സോപ്പൊക്കെ പോട്ടെ. ഫഹാദിഹി ഒസ്ലത്തുൻ വാഹിദ. ഇപ്പോഴാണ് ഒരു കുളിയായത്. എത്ര കുളിയുണ്ട്? 3. ഒരു കുളിയാകാനാ പണി. എല്ലാതും കഴുകി നീക്കിക്കളയുന്നത് വരെയുള്ള പൂർണ്ണമായിട്ടും ചളിയും വിയർപ്പും ഒക്കെ പോയി കഴിഞ്ഞു. രണ്ടാമത്തെ കുളിയിലേക്ക് അഞ്ഞ് കയറുന്നത് സിമ്പിളാ. സുമ്മ യാസിലു സാനിയത്തൻ വ സാലിസത്തൻ. പിന്നെ 2ഉം 3ഉം കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നായിട്ട് തല മുതൽ അടി വരെ അണ്ട് ഒഴിച്ചു കൊടുക്കും. മൂന്നാമത്തതും അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ ഈ വെള്ളത്തിലെല്ലാം എന്ത് വേണം? കർപ്പൂരം ചേർത്തണം. കലീല കാഫൂരി എന്നാ പറഞ്ഞത്, കുറഞ്ഞ കർപ്പൂരം. ഒന്നാമത്തേലും രണ്ടാമത്തേലും മൂന്നാമത്തേലും ചേർത്തണം എന്നാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വഫിൽ ആഖീരി, അവസാനത്തെ വെള്ളം ഒഴിക്കലുണ്ടല്ലോ അതിൽ ആക്കതും എന്തായാലും എന്താകണം? കർപ്പൂരം ചേർത്തണം. അപ്പൊ ഒന്നാമത്തേലും രണ്ടാമത്തേലും ഇവിടെ ഉപയോഗിക്കില്ലല്ലോ? ഇല്ല, വേണ്ട, ഉണ്ടായാൽ കുഴപ്പമില്ല. അവസാനത്തിൽ ഏറ്റവും ശക്തമായിട്ടും ചേർക്കണം. അതെന്തിനാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി സൈനബ് ബീവിയെ കുളിപ്പിക്കാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു എന്ത്? കർപ്പൂരം ചേർത്തിയിട്ട് കുളിപ്പിക്കണം, അത് ഒറ്റയായിട്ടും കുളിപ്പിക്കണം എന്നൊക്കെ. 3 പ്രാവശ്യം കുളിപ്പിച്ചിട്ടും വൃത്തിയായിട്ടില്ലെങ്കിൽ 5 ആക്കണം. 3 നമ്മൾ പറഞ്ഞല്ലോ. 3 പ്രാവശ്യം കുളിപ്പിച്ചിട്ടും മയ്യത്ത് എന്ത് ചെയ്തില്ല? ശുദ്ധിയായിട്ടില്ലെങ്കിൽ 5 ആക്കണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിലോ 7 ആക്കണം. ആവും കഴിഞ്ഞിട്ടില്ലെങ്കിലോ 9 ആക്കണം. അങ്ങനെ ഒറ്റയോടുകൂടെ. ഇല്ലം യഹ്സുലിൻ നളാഫത്തു, ഈ പറയപ്പെട്ട കുളി കൊണ്ടൊന്നും വൃത്തി എന്നത് ഉണ്ടായിട്ടില്ലെങ്കിൽ, ബിസ്സലാസി, പറയപ്പെട്ട 3 കൊണ്ടും വൃത്തി ഉണ്ടായിട്ടില്ലെങ്കിൽ, വയുസാദുൽ ഗസ്ലു, കുളിപ്പിക്കൽ അധികരിപ്പിക്കാം. അതെങ്ങനെ അധികരിപ്പിക്കാം? മാൽ ഈതാരി, ഒറ്റയായിട്ട്, ഒറ്റ നിൽക്കണം. ഇന്നല്ലാഹ വിസ്റുൻ യുഹിബ്ബുൽ വിസ്റ, അള്ളാഹു ഒറ്റയാണ്, ഒറ്റയെ അള്ളാഹു തആലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ കട്ടെ. അപ്പൊ കർപ്പൂരം ചേർത്തണം. എന്തിനാ കർപ്പൂരം ചേർത്തുന്നത്? അത് വലി തഖ്വിയത്തിൽ ബദനി, ശരീരത്തിന് നല്ല ഉറപ്പിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വലി ദഫ്ഇൽ ഹവാമി, ഇയജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഖബറിൽ, ചിതലും പുഴുക്കളും തവളം പെരുത്തുണ്ട്, അതിൽ അല്ലാണ്ട് എല്ലാ സാധനവും ഉണ്ട് ഖബറിന്റെ ഉള്ളിൽ. അപ്പോ ശരീരം തിന്നാൻ വേണ്ടി കാത്തിരിക്കുക, മത്സരിക്കുക എന്നാ പറഞ്ഞത്. റേഷന് ക്യൂ നിൽക്കും പോലെ പൈസ കൊടുക്കണ്ട. നമ്മളെ ശരീരം ആർക്കുള്ളതാണ്? പുഴുക്കൾക്കുള്ളതാണ്. നമ്മളെ ശരീരം പുഴുക്കൾക്കുള്ളതാണ്. നമ്മുടെ ആത്മാവ് പോയി അള്ളാഹുവിലേക്ക് പോയി. ആത്മാവിനാണ് അള്ളാഹു തആല സുഖവും ദുഃഖമൊക്കെ കൊടുക്കുക. പടച്ചോൻ സുഖമുള്ള ആത്മാക്കളെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ. നല്ല ആത്മാവാകണം, അതിന് നല്ല മരുന്ന് കൊടുക്കണം. നേരം വെളുത്താ സുബഹിക്കരിച്ച, നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ ഓതുക, ദിക്റും സ്വലാത്തും വർദ്ധിപ്പിക്കുക, കുടുംബക്കാരെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ഉമ്മാനും ബാപ്പാനും സ്നേഹിക്കുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ആത്മാവിന് കൊടുക്കേണ്ടതുണ്ട്. നിത്യേന ദിക്റും സ്വലാത്തും അധികരിപ്പിക്കണം. അങ്ങനെ ആത്മാവ് ഇങ്ങോട്ട് നല്ല ഉഷാറുള്ള ആത്മാവായി പോയാൽ ആ മയ്യത്തിന് നല്ല സുഖമുണ്ടാകും. അപ്പൊ ശരീരത്തിലേക്ക് ഈ ജന്തുക്കളും മറ്റും പ്രാണികളും വരാതിരിക്കാനാണ് കർപ്പൂരം ചേർത്തി കുളിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലാക്കി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മാനായ അല്ലാഹ്, പ്രഭാത സമയത്തുള്ള പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങൾ നമസ്കാരത്തിലേക്ക് നടന്നു വന്ന ഈ കാലടയാളങ്ങളെ സുഖലോക സ്വർഗത്തിലേക്ക് നടക്കാനുള്ള കാലാക്കി മാറ്റണേ അല്ലാഹ്. ഇതുകൊണ്ടൊരുപാട് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ ഈ കൂടിയിരുത്തം പോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബിന്റെ കൂടെ ഇരുത്തിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും നീറുന്ന പ്രശ്നങ്ങൾക്ക് ഖൈറായ നിലക്കുള്ള പരിഹാരങ്ങൾ നൽകണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് വല്ല ആഫത്തോ ആഹാത്തോ എടങ്ങേറോ മുസീബത്തോ വരാനുണ്ട് നിന്റെ ഖളാഇലുണ്ടെങ്കിൽ അത് തട്ടി മാറ്റണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം, അപകട രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെ മുഴുവൻ നീ സഹായിക്കണേ അല്ലാഹ്. അതിന്റെ പണി എത്രയും പെട്ടെന്ന് ഖൈറായ നിലക്ക് പൂർത്തീകരിക്കാനുള്ള വഴികളൊക്കെ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ ഖബർസ്ഥാനിലും മറ്റുള്ള ഖബർസ്ഥാനുകളൊക്കെ കടന്നുറങ്ങുന്ന മയ്യത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ഭക്ഷണം തന്നിരുന്നവർ, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരുടെയും എല്ലാവിധ സയ്യിആത്തുകളും മായിച്ച് ഹസനാത്തുകൾക്ക് കനം കൂട്ടി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ദർസിനെ സഹായിക്കുന്നവർ, പള്ളിയെ സഹായിക്കുന്നവർ, മറ്റുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ എല്ലാവരെയും നീയും സഹായിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. فاغفر لنا وارحم موتانا يا راحم المساكين. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل على